വാട്ടർസ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ട്രാവൽ വീഡിയോസ്, നേച്ചർ വീഡിയോസ്, അതുപോലെ സ്പോർട്സിൽ ക്രിക്കറ്റും ഫുട്ബോൾ വീഡിയോസുമാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഞങ്ങളുടെ ഓഡിയൻസിൽ ഏറ്റവും അധികം ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് തരാറ് ഇനിയും ഞങ്ങൾ ഇംഗ്ലണ്ടിലെ സ്റ്റേഡിയം ടൂർസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ വെച്ചിട്ട് ഞങ്ങളിന്ന് ലിവർപൂളിൽ നിന്ന് ലണ്ടനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആർസണലിൻ്റെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൻ്റെ മുമ്പിലാണ്. നമ്മുടെ ഉദ്ദേശം ഇന്ന് ഇവിടുത്തെ സ്റ്റേഡിയം ടൂറ് പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളതാണ്. കാണാൻ പോണത് മുമ്പേ വേറെ റിക്വസ്റ്റും കൂടി ഉണ്ട്. ആദ്യമായിട്ട് ഈ ചാനലിൽ വരികയാണ്, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ആർസണൽ സ്റ്റേഡിയം ടൂറിൽ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ടൂറ് തുടങ്ങി. നമ്മൾ ടിക്കറ്റൊക്കെ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സെൽഫ് ഗൈഡഡ് ടൂറാണ്. അപ്പോൾ നമുക്ക് അവരൊരു ഓഡിയോ ഇത് തന്നിട്ടുണ്ട്, ഡിവൈസ്. നമ്മൾ എവിടെയൊക്കെ പോയാൽ എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്നാണ്. പിന്നെ ഓരോ പോയിന്റിലും നമുക്ക് ടൂർ ഗൈഡ്സിൻ്റെയും ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഈ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഡയറക്ടേഴ്സ് ബോക്സിലാണുള്ളത്. ഇവിടെയാണ് കേമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ലൗഞ്ചിങ് ഫെസിലിറ്റീസൊക്കെ. അതിന് തൊട്ടപ്പുറത്ത് അവർക്ക് മാച്ച് കാണാനുള്ള സീറ്റ്സ് ഉണ്ട്. ബെസ്റ്റ് വ്യൂ ഓഫ് ദ സ്റ്റേഡിയം. കേമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ടാണ് കാണുക. പൊളിറ്റീഷ്യൻസ്, പിന്നെ ഫേമസ് ആൾക്കാർ, ഡിയോ മാരഡോണൊക്കെ അവിടെ വന്ന് കണ്ടിട്ടുണ്ടെന്നാണ് ടൂർ ഗൈഡിൽ പറഞ്ഞത്. അടിപൊളി വ്യൂ. അപ്പോൾ ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയുണ്ടാവും, എമിറേറ്റ്സ് സ്റ്റേഡിയമാണ് അത്. ഇതിനു മുമ്പ് ആർസണലിൻ്റെ സ്റ്റേഡിയം ഹൈബ്രിയിലായിരുന്നു, ഹൈബ്രി സ്റ്റേഡിയം. അവിടുന്ന് 2006 ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ന്യൂവർ സ്റ്റേഡിയമാണ്. അതിൻ്റെ ഒരു ഇത് കാണാനുണ്ട്, നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ പറയട്ടെ. പിന്നെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് എഴുതി വെച്ചിട്ടുണ്ട്. അതേമാതിരി വേൾഡിലെ പല ഭാഗത്തുള്ള സപ്പോർട്ടേഴ്സിൻ്റെ ബാനേഴ്സ് കാണാനുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ ആ ഗ്രീൻ പിച്ചും ആ റെഡ് സ്റ്റേഡിയത്തിൻ്റെ കളറും ഒക്കെ കൂടി നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് പ്ലീസിങ് സൈറ്റ് ടു ദ ഐ. ഇതാണ് പ്ലെയേഴ്സിൻ്റെയും ഒഫീഷ്യൽസിൻ്റെയും എൻട്രൻസ്. മാച്ച് ഡേയുടെ അന്ന് അവർ ഇത് കൂടെയാണ് സ്റ്റേഡിയത്തിലേക്ക് വരിക. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ ആർസണലിൻ്റെ എംബ്ലം ഉണ്ട്, ബാഡ്ജ്. പിന്നെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുള്ള ഒരു ടൈം ക്യാപ്സ്യൂൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് 2004 ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഏറ്റവും അധികം FA കപ്പ് ജയിച്ചിട്ടുള്ള ക്ലബ്ബാണ് ആർസണൽ, 14 times. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ FA കപ്പിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. ഇത് പ്രീ മാച്ച് ടണലാണ് തോന്നുന്നുണ്ട്. ഓ യാ, ഇത് കൂടെയാണ് അപ്പോൾ മാച്ച് ഡേയിൽ അവർ പ്ലെയേഴ്സ് ഗ്രൗണ്ടിലേക്ക് പോവുക. Let's go. We are Arsenal. അപ്പോൾ നമ്മളങ്ങനെ അവേ ടീമിൻ്റെ ഡ്രസ്സിങ് റൂമിലാണ്. ഭയങ്കര ബെയർ മിനിമമാണ് കേട്ടോ. ആക്ച്വലി ഒന്നുമില്ല എന്ന് പറയാം. ഇരിക്കാനുള്ള ഒരു ബെഞ്ച്, സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ താഴത്ത് ചില സാധനങ്ങളൊക്കെ വെക്കാം. ജനറലി അങ്ങനെ തന്നെയാണ് ഒരുവിധം എല്ലാം ഫുട്ബോൾ ക്ലബ്സിലും. അവേ ടീമിൻ്റെ ഡ്രസ്സിങ് റൂം ഭയങ്കര ബേസിക് ആവും. നോക്കാൻ വേറെ എന്തൊക്കെയാണ് നമുക്കിവിടെ. ഹോം ഡ്രസ്സിങ് റൂമിൻ്റെ അവിടേക്ക് പോവാണ്.
കയറുമ്പോൾ തന്നെ നല്ല മോട്ടിവേഷണൽ മെസ്സേജസ് ഒക്കെയാണ്. ഫൈറ്റ് അൺടിൽ ദ എൻഡ്, പ്ലേ ഫോർ ദ ബാച്ച്, ഡു ഇറ്റ് ഫോർ സപ്പോർട്ടേഴ്സ്, അങ്ങനെയൊക്കെ നല്ല പമ്പിങ് അപ്പ് മെസ്സേജസ് ഒക്കെ ഉണ്ട്. ഡിസിപ്ലിൻ, ലീഡർഷിപ്പ്, ഡോമിനേറ്റ്, കോമ്പീറ്റ്. ഇവിടെ ചെറിയൊരു ജിമ്മുണ്ട് വാമപ്പിനും അതിനും ഇതിനൊക്കെ. ഹോം ഡ്രസ്സിങ് റൂം അടിപൊളിയാട്ടോ, നല്ല ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ. ഒരു ഇൻട്രസ്റ്റിങ്, അടിപൊളി. ഗോളിയുടെ ആണ് അവിടെ ഷർട്ട്, പിന്നെ ഡിഫൻഡേഴ്സ്, പിന്നെ മിഡ്ഫീൽഡ്, പിന്നെ ഫോർവേഡ്സ്, അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അഭിമാനിൻ്റെ എപ്പോഴും ഇവിടെ തന്നെയാവും സെൻറ്റർ. നൈസ്. അപ്പോൾ ആർസണലിൻ്റെ ഇപ്പോഴത്തെ മാനേജർ മൈക്കൽ ആർട്ടേറ്റയുടെ ഓഫീസ് ഈ വഴിയാന്ന് പറയുന്നുണ്ട്. നമുക്കിനി അത് പോയി കാണാം. ഫസ്റ്റ് ടൈം കേട്ടോ നമ്മളൊരു സ്റ്റേഡിയം ടൂറിലൊരു മാനേജർ അല്ലെങ്കിൽ കോച്ച് അവരുടെ റൂം കാണുന്നത്. കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്, സ്ട്രാറ്റജി ബോർഡുണ്ട്, സോഫ ഉണ്ട്, കുടിക്കാനുണ്ട്, കുറേ ഫോട്ടോസ് ഉണ്ട്, TV വെച്ചിട്ടുണ്ട്. മാച്ച് ഡേയുടെ അന്ന് മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈവൽ ടീമിൻ്റെ മാനേജറുമായിട്ട് ആർട്ടേറ്റ അവിടെ ഇരുന്നിട്ട് ഗെയിമിനെ കുറിച്ച് സംസാരിക്കും. ഷെയർ ഡ്രിങ്ക്സ്, ആ സ്ഥലമാണത്. അങ്ങനെ നമ്മൾ പ്ലേയേഴ്സ് ടണലിൽ കൂടെ പിച്ചിലേക്ക് അഥവാ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഗ്രൗണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് റേസ്ഡ് ആവുന്നുണ്ട്. ഏതൊരു സ്റ്റേഡിയം ടൂറിൻ്റെ ഏറ്റവും എക്സൈറ്റിങ്ങും ഏറ്റവും രസമായിട്ടുള്ള ഭാഗം നമ്മൾ ടണലിൽ കൂടെ പുറത്ത് വന്നിട്ട് പിച്ചിൻ്റെ അടുത്ത് വന്നിരിക്കലാണ്. ഇവിടെ നമുക്ക് ഹോം ടീം മാനേജറും പ്ലെയേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാം. അടിപൊളി. അപ്പോൾ ആർസണൽ കുറേ കാലം കളിച്ചിരിക്കുന്ന ഹൈബ്രി സ്റ്റേഡിയത്തിലായിരുന്നു. അതായിരുന്നു അവരുടെ ഹോം ഗ്രൗണ്ട്. ഇൻഫാക്ട് എമിറേറ്റ്സിൻ്റെ അടുത്ത് തന്നെയാണ് അത്. കൈൻഡ് ഓഫ് വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടുന്ന്. പക്ഷെ അവിടെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ സേഫ്റ്റി സെക്യൂരിറ്റി മെഷേഴ്സിൽ വന്ന് റൂൾ ചേഞ്ചസ് കാരണം കപ്പാസിറ്റി വളരെയായിട്ട് കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് റവന്യൂവിനെയൊക്കെ ബാധിച്ചപ്പോൾ ദേ ഹാഡ് ടു ഫൈൻഡ് എ ന്യൂ സ്റ്റേഡിയം. അങ്ങനെയാണ് അവർ ഇവിടെ എത്തിയത്. ഓഫ് കോഴ്സ് സേഫ്റ്റി സെക്യൂരിറ്റി, പിന്നെ പിച്ചിനാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ്. പിച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതിന് എമിറേറ്റ്സ് എന്ന പേര് വരാനുള്ള കാരണം വെച്ചാൽ സ്പോൺസേഴ്സ് എമിറേറ്റ്സ് ആണ്. 2028 വരെ അവർക്കാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ റൈറ്റ്സ്, അല്ലെങ്കിൽ ആ സ്പോൺസർഷിപ്പ് റൈറ്റ്സ്. ഇവിടെ ഇൻ്റർവ്യൂ റൂംസ് ഉണ്ട്. മാച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സിനെ മീഡിയ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ മാച്ച് കഴിഞ്ഞ ഉടനെയുള്ള ഇൻ്റർവ്യൂസ്, പ്ലെയർ ഇൻ്റർവ്യൂസ് ഒക്കെ നടക്കുന്ന റൂംസാണ്. ഇവിടെ സ്പോൺസേഴ്സിൻ്റെയും പിന്നെ പ്രീമിയർ ലീഗിൻ്റെയും ഒക്കെ ലോഗോസും ഒക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് ആർസണലിൻ്റെ ക്രസ്റ്റും ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രസ് കോൺഫറൻസ് റൂമാണ്. അടിപൊളിയായിട്ടോ, നല്ല മീഡിയ റൂമാണ്, വലുതാണ്. ഞാൻ കണ്ടിട്ടുള്ള പല സ്റ്റേഡിയം ടൂറിലും വൺ ഓഫ് ദ ബിഗർ മീഡിയ റൂംസ് ആണ്. 200 ജേർണലിസ്റ്റിന് ഇവിടെ ഇരിക്കാമെന്നാണ് അവർ പറയണത്. രസമുണ്ട്, നല്ലൊരു ആംബിയൻസ്. അതോടുകൂടി നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളും സ്റ്റേഡിയം ടൂറും കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ മ്യൂസിയം, പുറത്തുള്ള കാഴ്ചകളും കാണാം. ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ വെച്ചാൽ നമുക്കൊരു ഫ്രീ സ്റ്റേഡിയം ടൂർ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിൻ്റെ പുറത്തു കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ നടന്നു. കാരണം എല്ലാ സ്റ്റേഡിയത്തിൻ്റെയും പുറത്തും ആക്ച്വലി നല്ല രസമാണ് കാണാൻ.
പല ഇൻഫർമേഷൻസും ഉണ്ടാവും. ഇവിടെ ഉണ്ട് കുറേ ഇൻഫർമേഷൻസ്, ലെജൻഡറി പ്ലേയേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അവരുടെ പൊസിഷൻ എന്തായിരുന്നു, പിന്നെ അവരെക്കുറിച്ച് മാനേജേഴ്സ് എന്താ പറയണേ, ഫാൻസ് എന്താ പറയണേ. ഇവിടെ ആർസണലിൻ്റെ ക്രസ്റ്റ് ഉണ്ട്, എമിറേറ്റ്സ് സ്റ്റേഡിയം എന്ന് വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആർസണലിൻ്റെ മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരുടെ ടാഗ് ലൈൻ ദി ആർസണൽ സ്റ്റോറി എന്ന് വെച്ചാൽ ആർസണലിൻ്റെ കഥ, ഹിസ്റ്ററി, എന്തൊക്കെയാണ് അവരുടെ അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളത് നമ്മുടെ. അപ്പോൾ 1886 വൂളിച്ച് ആർസണൽ മ്യൂസിയം ഫാക്ടറിയിലെ ആൾക്കാർ കൂടിയിട്ട് ഫോം ചെയ്ത ഒരു ക്ലബ്ബാണിത്. ഇതിൻ്റെ ആദ്യത്തെ പേര് ഡയൽ സ്ക്വയർ എന്നായിരുന്നു. പിന്നെ തുടക്കത്തിൽ 10-25 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ 4-5 തവണ ഒരു പേര് മാറ്റിയിട്ട് അവസാനം ആർസണൽ എന്നുള്ള പേര് എത്തുകയാണ് ഉണ്ടായത്. അതേപോലെ ഗ്രൗണ്ട്സ്, അതെ പ്ലംസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ടിലുണ്ടായി, പിന്നെയാണ് ഹൈബറി, പിന്നെ ഇതാ എമിറേറ്റ്സിൽ. അപ്പോൾ ആ ഹോൾ ചരിത്രം നമുക്കിവിടെ കാണാം, സ്നാപ്ഷോട്ട്. ഇവരാണ് ഫൗണ്ടിങ് ഫാദേഴ്സ്. ഇപ്പോൾ ആർസണലിൻ്റെ പഴയ സ്റ്റേഡിയം ഹൈബറി അത് 1966 ഇങ്ങനെയായിരുന്നു. കുറേ ഇതുണ്ട്, സ്റ്റാൻഡുണ്ട്, കുറേ ആൾക്കാർ നിന്നുണ്ട്. പിന്നെ കുറേ മോഡിഫിക്കേഷൻസ് ശേഷം ഇങ്ങനെയായി. ഇത് ലാസ്റ്റ് മാച്ചിൻ്റെ 2006 ഉള്ള ഫോട്ടോ ആണ്. അവിടെ നിന്നാണ് പിന്നെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ സ്റ്റേഡിയംസിൻ്റെ ഒരു ടൈം ലൈന് നമുക്ക് ഇവിടുന്ന് കാണാം. ഹോം ഓഫ് ദ ഗൂണേഴ്സ്, ഹൈബറി. ഗൂണേഴ്സ് ഓഫ് കോഴ്സ് ആർസണൽ ഫാൻസിന് പറയുന്ന പേരാണ് നമുക്കറിയാം. ആർസണൽസ്, ഗണ്ണേഴ്സ്. അപ്പോൾ ഗണ്ണേഴ്സിൻ്റെയും ഗൂണേഴ്സിൻ്റെയും കഥ അല്ലെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. മ്യൂസിയത്തിൻ്റെ ഈ സെക്ഷനിൽ ആർസണലിൻ്റെ ഏറ്റവും ആദ്യത്തെ ക്യാമനായിട്ടുള്ള മാനേജറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹെർബർട്ട് ചാപ്മാൻ 1925 ഇദ്ദേഹം മാനേജറായിട്ട് ടേക്ക് ഓവർ ചെയ്തത്. ഇദ്ദേഹത്തിനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് ആ ഒരു ഭയങ്കര സക്സസ് ഉണ്ടായത് 1925 മുതൽ ഒരു 1930s കുറേ ലീഗ് ടൈറ്റിൽസും FA കപ്പും അങ്ങനെ പല സക്സസ്സും ആർസണലിന് ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിനാണ്. അപ്പോൾ ഹെർബർട്ട് ചാപ്മാനെ ആർസണലിൽ മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷ് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാനേജേഴ്സായിട്ടാണ് കൂട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇന്നോവേഷൻ, ആക്ച്വലി ഷർട്ടിൽ നമ്പേഴ്സ് കൊണ്ടുവരുന്നത്, കിറ്റിൻ്റെ മുകളിൽ, പിച്ചിൻ്റെ മുകളിൽ, സ്റ്റേഡിയം ഹൈബറിയിൽ പല കാര്യങ്ങളും അദ്ദേഹമാണ് അവിടെ നടത്തിയത്. ടീമിനെ എങ്ങനെ ഉണ്ടാക്കണം, അങ്ങനത്തെ ചില മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്സ് കൊണ്ടു വന്നത് ഈ ഹെർബർട്ട് ചാപ്മാനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു ഭയങ്കര വലിയ ഫേമസ് ആയിട്ടുള്ള ആളും കൂടിയാണ്. ഇംഗ്ലീഷ് ഫുട്ബോൾ ചരിത്രത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ട്രോഫീസ് ജയിച്ചിട്ടുള്ള ക്ലബ്ബാണ് ആർസണൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കുറേ ട്രോഫീസും ഷീൽഡ്സും ഒക്കെ കാണാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാ ഡിസ്പ്ലേയും അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. ആർസണലിന് 2 ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട് ലൈവ് ബ്രോഡ്കാസ്റ്റിനെ സംബന്ധിച്ച്. എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ മാച്ച് ലൈവായിട്ട് BBC സംപ്രേഷണം ചെയ്ത ആർസണലിൻ്റെ മാച്ചായിരുന്നു. അതേപോലെ തന്നെ ലൈവായിട്ട് ഫുട്ബോൾ മാച്ച് TV കാണിച്ചതും ആർസണലിൻ്റെ മാച്ചാണ്. അതിൻ്റെ വിഷ്വൽസ് ഇവിടെ കുറച്ച് അവർ കാണിക്കുന്നുണ്ട് നമ്മളെ. ഈ സെക്ഷനിൽ 1950 ശേഷമുള്ള ക്ലബിൻ്റെ ഹിസ്റ്ററിയൊക്കെയാണ് പറയണത്. പ്രത്യേകിച്ചും ആർസൺ വെംഗർ ടീം മാനേജർ ആയതിനു ശേഷമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അവർ ഇൻവിൻസിബിൾസ് ആയിട്ടുള്ള ആ കൊല്ലം ഒരു മാച്ചും തോൽക്കാതെ പ്രീമിയർ കപ്പ് ജയിച്ച്. പിന്നെ എനിക്ക് തോന്നുന്നത് 49 മാച്ചസ് അൺഡിഫീറ്റഡ് എന്നുള്ള റെക്കോർഡ്, അങ്ങനെ പല റെക്കോർഡ്സും ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. നല്ല ഇൻട്രസ്റ്റിംഗ് ഡിസ്പ്ലേ ആണ് കേട്ടോ. പല കാര്യങ്ങളും മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാക്കാം. ഇത് 2003-2004 സീസണിലെ പ്രീമിയർ ലീഗ് ട്രോഫിയാണ്. ഒറ്റ മാച്ചും തോൽക്കാതെ അവർ ജയിച്ച ഇത്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, ദിലീപ് അവിടെ ട്രോഫിയുടെ 14, 15, 16, കണക്കെടുക്കുക. 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45. 45.
അതിൽ 13 ലീഗ് ഉണ്ട്, 14 FA കപ്പ്, ബാക്കി പിന്നെ വേറെ പലതും ഉണ്ട്. പക്ഷെ മേജർ യൂറോപ്യൻ ട്രോഫീസ് ഒന്നുമില്ല. ആ ശരിയാ, കഴിഞ്ഞ കൊല്ലത്തെ FA കപ്പ് എഴുതിയിട്ടില്ല. They have to update it. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ക്ലോക്ക് എൻഡിലാണ്. അവിടെ ഇതാ ഹെർബർട്ട് ചാപ്മാൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ മ്യൂസിയം കണ്ടപ്പോൾ കണ്ടു, അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞു. ലെജൻഡറി മാനേജർ. അപ്പോൾ ആർസണൽ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് നമുക്ക് വേറൊരു സ്റ്റാച്യു കാണാൻ കിട്ടുന്നത് തിയറി ഹെൻറിയുടെ ഈ സ്റ്റാച്യു ആണ്. ഹെൻറി ഓഫ് കോഴ്സ് ആർസണലിൻ്റെ ഓൾ ടൈം ഗോൾ സ്കോററാണ്. 228 ഓഡ് ഗോൾസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലെജൻഡാണ് ഇവരുടെ. അപ്പോൾ ഈ സ്റ്റാച്യൂയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സെലിബ്രേഷൻ കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ പ്ലെയേഴ്സ് ഉണ്ട്. എനിക്കൊണ്ട് അവർ സെലിബ്രേഷൻ ചെയ്യണതിൻ്റെ ഒരു സ്നാപ്ഷോട്ടാണ്, അവരുടെ പിക്ചറും അവരുടെ പറ്റിയിട്ടും. അതൊരു യൂണിക് സാധനം കേട്ടോ, വേറെ സ്റ്റേഡിയത്തിൽ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ആർസണൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നിന്നുള്ള കാഴ്ചകൾ. ടൂറ് ഞങ്ങൾ എൻജോയ് ചെയ്തു. ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം കേട്ടോ. ലവ്ലി സ്റ്റാഫ്. അവരെത്ര ഹെൽപ്ഫുൾ ആവുമെന്ന് പറയാതെ പറ്റില്ല. നല്ല പേഴ്സണലൈസ്ഡ് കെയർ എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഓഫ് കോഴ്സ് കാഴ്ചകൾ ഇഷ്ടമായി, അത് പറയേണ്ട കാര്യമില്ല. എനിക്ക് ആക്ച്വലി ഒരു ഡിഫറെൻ്റായി തോന്നിയത് ഈ ടൂറിൽ, സാറിന് എല്ലാ ടൂറിലും നമ്മൾ കാണുന്ന പോലെ പിച്ചിൽ പോവും, മോളിൽ നിന്നുള്ള വ്യൂ, പ്രസ് കോൺഫറൻസ്, മീഡിയ റൂം, ഹോം പ്ലെയർ. ഇതിൽ തോന്നിയത് മാനേജറിൻ്റെ മുറി കാണാൻ കിട്ടി. അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേറ്റ് അല്ലെങ്കിൽ അവിടെ എന്താ അദ്ദേഹം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു വ്യൂ കിട്ടി. അതാണ് എനിക്കൊരു ഡിഫറെൻ്റായി തോന്നിയത് ഈ ഒരു സ്റ്റേഡിയം ടൂറിൽ. അപ്പം നിങ്ങളും ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, ഫാമിലി, അതുമാതിരി ഫുട്ബോൾ ലവേഴ്സ്, ആർസണൽ ഫാൻസ് സ്പെഷ്യലി അവരൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു പക്ഷേ ഇങ്ങനത്തെ വീഡിയോസൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. അപ്പോൾ ഇനി അടുത്ത തവണ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.